മൈൻഡ് അറ്റ് പീസ്, സമാധാനമുള്ള മനസ്സ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സമാധാനമുള്ള മനസ്സുണ്ടാവണം എന്നുള്ളതാണ്. ധാരാളം ആളുകൾ സംസാരിക്കുമ്പോൾ ഒരു സമാധാനമില്ലെന്ന് പറയും. യേശുക്രിസ്തു പറഞ്ഞിട്ട് പോയത് പീസ് ഐ ലീവ് വിത്ത് യു എന്നാണ്. മൈ പീസ് ഐ ഗിവ് ടു യു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇതാ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ സമാധാനം നമ്മളുടെ കയ്യിലുണ്ട്. പക്ഷെ നമ്മളുടെ പ്രശ്നം നമ്മളുടെ മനസ്സ് സമാധാനമുള്ളതാക്കി നിലനിർത്താനായിട്ട് നമ്മൾക്കറിയത്തില്ല. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം? ഒരു സമാധാനമുള്ള മനസ്സ് വേണമെന്നുള്ള ആദ്യമേ നമ്മൾ നമ്മുടെ ചിന്തകളുമായി മത്സരിക്കുന്നത് നിർത്തണം. നമ്മൾക്ക് ചിന്തകളോട് നമ്മൾ മത്സരിക്കുക, പോരാടുക ചെയ്യുന്നത് നിർത്തിയാൽ മതി. അതിനു വേണ്ടിയിട്ട് നമ്മൾ യു ഹാവ് ടു റീപ്രോഗ്രാം അവർ മൈൻഡ്. ഈ മൈൻഡ് അറ്റ് പീസിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് റീപ്രോഗ്രാം ചെയ്യണം. ബ്രെയിൻ എന്ന് പറഞ്ഞ ഹാർഡ്വെയറും മൈൻഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറുമാണ്. നമ്മളൊരു പുതിയ മൊബൈൽ ഫോൺ മേടിച്ചാൽ അതിനകത്ത് കുറേയേറെ സോഫ്റ്റ്വെയർ നമ്മളിടും, കുറേ ആപ്സ് നമ്മൾ ആഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ 50 വയസ്സുള്ള 25 വയസ്സോ 70 വയസ്സുള്ള ആളിന് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരുപാട് ആപ്സ് നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അൺവാണ്ടഡ് ആപ്സാണ് ഒരു 60-70% ആപ്സും. ഇതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു പുതിയ നല്ല സക്സസ്സിനുള്ള സമാധാനത്തിനുള്ള ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ ഐ തിങ്ക് ദാറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാം. വി ക്യാൻ നെവർ ഒബ്റ്റെയിൻ പീസ് ഇൻ ദി ഔട്ടർ വേൾഡ് അണ്ടിൽ യു മേക്ക് പീസ് വിത്ത് അവർ സെൽസ്. ദലൈലാമ പറഞ്ഞൊരു കൊട്ടേഷനാണ്. നാം നമ്മോട് തന്നെ സമാധാനം സ്ഥാപിക്കുന്നതുവരെ പുറം ലോകത്തോട് നമുക്കൊരിക്കലും സമാധാനം നമുക്ക് നൽകാൻ കഴിയത്തില്ല, അവിടെ നിന്ന് ലഭിക്കത്തുമില്ല. നമ്മൾ യു ആർ വാട്ട് യുവർ തോട്ട്സ് ആർ. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുക. ഒരു ദിവസം നമ്മുടെ മനസ്സിലൂടെ 60,000 മുതൽ 70,000 ചിന്തകൾ കടന്നു പോകും. അതിൽ 90% ചിന്തകളും നമ്മൾ ഇന്നലെ ചിന്തിച്ച അതേ ചിന്തകളാണ്. ഒരു 5, 6, 7% ചിന്തകൾ മാത്രമേ പുതിയ ഫ്രഷ് ആൻഡ് ന്യൂ തോട്ട്സ് ഉള്ളൂ. ആ ന്യൂ തോട്ട്സിനെ നമ്മളുടെ ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിലേക്കുള്ള ജേർണി, ഒരു പലായനമാണ് ജീവിത വിജയം. അപ്പോൾ ഈ മനസ്സിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. പലപ്പോഴും നമ്മൾക്ക് അതിനൊരു ട്യൂഷനോ ഒരു ക്ലാസ്സോ ഒന്നും ലഭിക്കുന്നില്ല. നമ്മൾ സ്വയമായിട്ട് സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ വരുന്ന ചിന്തകൾ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകൾ അവർക്ക് അറിയത്തില്ലായിരിക്കും. ആളുകൾ അവരുടെ തെറ്റുകളിൽ നിന്ന് ഒരിക്കലും മാറത്തില്ല. അതുകൊണ്ട് നമുക്ക് സമാധാനം ലഭിക്കത്തില്ല. നമ്മൾ മറ്റുള്ളവർ അക്സെപ്റ്റിംഗ് എ പേഴ്സൺ വിത്ത് ഓൾ ദെയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്, അങ്ങനെ ചെയ്യുമ്പം നമ്മൾക്ക് വളരെ സമാധാനമാണ്. നമ്മളുടെ കൊളീഗ്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മളുടെ മക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സ്പൗസസ്, ഇവരൊക്കെ നമ്മൾക്ക് ഈ സംസാരത്തിലും ചിന്തകളിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. തോട്ട് പ്രോസസ്സ് തന്നെ ഡിഫറൻ്റാണ്. ഞാൻ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കോംപ്രിഹെൻഡ് ചെയ്യുന്നത് ഒരു ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവിലായിരിക്കും. അതുകൊണ്ട് നമ്മളുടെ കാഴ്ചപ്പാടിലൂടെയാണ് നാം ലോകത്തെ കാണുന്നത്. ഇത് ശരിയായിരിക്കണമെന്നില്ല, ഇതെല്ലായ്പ്പോഴും ഓർക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നമ്മളുടെ കാഴ്ചപ്പാടിലൂടെയാണ് നാം ലോകത്തെ കാണുന്നത്. നമ്മുടെ കാഴ്ചപ്പാട് ശരിയായിരിക്കണമെന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് മറ്റുള്ളവർ നമ്മളുടെ ബിലീഫ് സിസ്റ്റവും കാഴ്ചപ്പാടുകളും വിഷനും ഒക്കെ ശരിയാണ്, മറ്റുള്ളവരുടെ എല്ലാം തെറ്റാണെന്ന്. ആ കൺസെപ്റ്റ് മാറിയിട്ട് നമ്മളുടെ കാഴ്ചപ്പാട് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെ അതേപോലെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. സോ ലിവിങ് എ ലൈഫ് ഓഫ് ഓണസ്റ്റി ക്രിയേറ്റ്സ് പീസ് ഓഫ് മൈൻഡ്, ആൻഡ് പീസ് ഓഫ് മൈൻഡ് ഈസ് പ്രൈസ്ലെസ്. സത്യസന്ധമായ ഒരു ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാക്കാനായിട്ട് കഴിയും. മനസ്സമാധാനം തികച്ചും വിലമതിക്കാനാവാത്തതാണ്. ഒരിക്കലും നമുക്കൊരു പ്രൈസ് പറയാൻ പറ്റത്തില്ല. ഈ സമാധാനമുള്ള മനസ്സുണ്ടെങ്കിൽ 24 hours 364 days നമുക്കൊരു പ്രശ്നവുമില്ല, വളരെ ഹാപ്പി ആയിട്ടിരിക്കാം. അപ്പം നമ്മുടെ മുൻഗണന വെക്കുന്നത് നമ്മുടെ ഇൻട്രസ്റ്റുകൾ. ചില ആളുകൾ വാഹനം മേടിക്കുന്നത്, ചില ആളുകൾ വലിയ വീട് വെക്കുന്നത്, ചിലർ നല്ല ഡെസിഗ്നേഷൻസ് ഉണ്ടാകുന്നത്, ചിലർ നല്ല പൊസിഷൻസിൽ എത്തിച്ചേരുന്നത്, ചിലർ മറ്റുള്ളവരുടെ റെക്കഗ്നിഷൻ കിട്ടുന്നത്. പല രീതിയിൽ ആളുകൾ ഇതിനെ കാണാറുണ്ട്. ഓരോരുത്തരുടെ തോട്ട് പ്രോസസ്സും ബിലീഫ് സിസ്റ്റത്തിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ സക്സസ്സിനെ നിർവചിച്ചേക്കുന്നത്.
അപ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനമാണ്. സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് ഒരു സ്ട്രെസ്സും ഇല്ല, അവരെപ്പോഴും ഹാപ്പിയാണ്. ജീവിതകാലം മുഴുവൻ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ആളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ എല്ലാ മെറ്റീരിയൽ പൊസഷൻസും എല്ലാം ഉണ്ടായിട്ട് സമാധാനമില്ലാത്ത ധാരാളം ആളുകളെ കാണാറുണ്ട്. നമ്മൾ പലരോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട് തീരെ സമാധാനമില്ല എന്ന് പറയും. എനിക്ക് ആ പൊസിഷൻ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ട് ഇവർക്ക് സമാധാനമില്ലാത്തത്. അവരോട് സംസാരിക്കും മനസ്സിലായും ആവശ്യമില്ലാത്ത തോട്ട്സ് എടുക്കുന്ന കൊണ്ടാണ്. നമ്മൾ ഈ പത്രം വായിക്കാതിരിക്കുക. പത്രത്തിലെ അറിവ് കിട്ടുന്ന കോളംസ് വായിക്കുന്നതിന് കുഴപ്പമില്ല, എഡിറ്റ് പേജും എഡിറ്റോറിയൽസും ഒക്കെ നമുക്ക് വായിക്കാം. പക്ഷേ നെഗറ്റീവ് ന്യൂസുള്ള വരുന്ന കൊലപാതകം, പീഡനം, പിടിച്ചുപറി, വഴക്ക്, അല്ലെങ്കിൽ മരണം, ആക്സിഡൻറ്റ്, ഇതൊന്നും നമ്മൾ വായിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു വാല്യൂ അഡീഷനും ഉണ്ടാകുന്നില്ല. നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നമ്മൾ പിന്നെയും പ്രശ്നം ഉണ്ടാക്കുകയാണ്. നമ്മൾ ഒരു സമാധാനമുള്ള മനസ്സിലുണ്ടായിട്ട് ഒരു നാച്ചുറലായിട്ടൊരു 8 hours സ്ലീപ്പ്, ഒരു ഏജിലായിട്ടുള്ളവർക്ക് ചിലപ്പോൾ 8 hours എന്ന് പറ്റും, 6.5 hours 7 hours ആയിരിക്കും കിട്ടുന്നത്. നല്ല ആവശ്യത്തിന് റെസ്റ്റ്. അപ്പോൾ എന്നായിരിക്കും നമുക്ക് ശാന്തതയുള്ള മനസ്സ് വരും. ദാറ്റ് ബ്രിങ്സ് പീസ് ടു അവർ മൈൻഡ്. അപ്പോൾ ഉറക്കവും വിശ്രമവും എന്നൊരു ദിവ്യമായ ശാന്തിയും മനസ്സിന് സമാധാനം നൽകുമെന്ന് എപ്പോഴും ഓർക്കുക. നമ്മൾക്ക് സമാധാനമില്ലാത്തതിൻ്റെ റീസൺ മറ്റാരുമല്ല, നമ്മളുടെ തന്നെ ചിന്തകളാണ്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകുന്നതാണ്. നമ്മൾ ഈ കഴിഞ്ഞ കാലത്തെ ഓർത്ത് ദുഃഖിക്കുകയും ഇനി വരാൻ പോകുന്ന കാലത്തെ ഓർത്ത് നമ്മൾ വെപ്രാളപ്പെടുകയൊക്കെ ചെയ്യണം. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. യു ലിവ് ഇൻ ദ പ്രസൻറ്റ്. ഇപ്പോൾ ഞാൻ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലിരിക്കുന്നു. ഞാൻ ഇവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ തന്നെ ആയിരിക്കും എൻ്റെ മനസ്സും ശരീരമൊക്കെ. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഞാനൊന്ന് തലകറങ്ങി വീണാൽ അവരായിരിക്കും ഓടി വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. വേറെ ആർക്കും നമ്മളൊക്കെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ലിവിങ് ഇൻ ദ പ്രസൻറ്റ്, മൈൻഡ്ഫുള്ളായിട്ട് നമ്മളിരിക്കുക. നമ്മൾ എവിടെയായിരിക്കുന്നത്, ഏത് കാര്യം ചെയ്താലും ഏകാഗ്രതയോടുകൂടെ ചെയ്യുക. യു വിൽ നെവർ ഫൈൻഡ് പീസ് ഓഫ് മൈൻഡ് അണ്ടിൽ യു ലിസൺ ടു യുവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ വാക്കുകൾ, നിർദ്ദേശങ്ങളെ നമ്മൾ കേൾക്കുന്നത് വരെ നമുക്കൊരിക്കലും മനസ്സമാധാനം ഉണ്ടാകത്തില്ല. എല്ലാം ബ്രെയിൻ ഉപയോഗിച്ചാൽ നമുക്ക് ശരിയാകത്തില്ല. നമ്മുടെ ഫീലിങ്സ് ശരിക്കും ഉണ്ടാകുന്ന ഹൃദയത്തിൽ നിന്നാണ്. ബ്രെയിന് നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചാണ് പറയുന്നത്. ഹൃദയം അങ്ങനെ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യുകയാണ്. നമ്മുടെ അന്തർജ്ഞാനമോ അവബോധമോ ഇൻറ്റ്യൂഷനോ ഒക്കെയാണ് നമുക്ക് ഹൃദയത്തിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഹൃദയത്തെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ടേക്ക് എ വാക്ക് വിത്ത് യുവർ സെൽഫ് എവറി ഡേ ആൻഡ് ടോക്ക് ടു ദൈ സെൽഫ്. നമ്മുടെ പെപ് ടോക്ക്, സെൽഫ് ടോക്ക്, ഇറ്റ്സ് എ വെരി പവർഫുൾ ടൂൾ. നമ്മൾ ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ്. അതിന് ലിപ്സ് അനക്കി നമ്മൾ വോയിസ് ഉറക്കെ സംസാരിക്കണം എന്നുള്ളതല്ല, നമ്മൾ തന്നെത്താനെ നമ്മളോട് തന്നെ സംസാരിക്കുക. നിങ്ങളുടെ സ്വന്തം മനസ്സിൻ്റെ ആത്യന്തികമായ നശീകരണത്തിൻ്റെ മെയിൻ കാരണം നമ്മുടെ കോപമാണ്. ആങ്കർ ഈസ് ദ അൾട്ടിമേറ്റ് ഡിസ്ട്രോയർ ഓഫ് അവർ ഓൺ പീസ് ഓഫ് മൈൻഡ്. നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കകത്തും നമ്മൾ ദേഷ്യപ്പെടുക. ഒരു കാര്യമില്ല. നമ്മൾ ദേഷ്യപ്പെട്ടാൽ നമ്മുടെ പ്രഷർ കൂടുകയും നമ്മുടെ ആവശ്യമില്ലാത്ത നെഗറ്റീവ് എൻസൈംസ് ബ്രെയിനിൽ നിന്ന് സെക്യൂരിറ്റിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾക്കൊരു ദേഷ്യം വരുന്നൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മദർ ടങ്ങിലല്ല, നമ്മുടെ മാതൃഭാഷയിലല്ലാതെ 100 മുതൽ 1 വരെ റിവേഴ്സ് ഓർഡറിൽ എഴുതുക. ഇപ്പം നമ്മൾ മലയാളികൾ നമ്മളൊരു ഇംഗ്ലീഷ് ഭാഷയിൽ റിവേഴ്സ് ഓർഡറിൽ 100 to 1 നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 1 to 100 നമുക്ക് കൗണ്ട് ചെയ്യാൻ എളുപ്പമാണ്. അത് നമ്മളുടെ കണ്ടീഷൻഡ് മൈൻഡാണ്. പക്ഷേ നമ്മൾ റിവേഴ്സ് ഓർഡറിൽ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ കിട്ടും. അപ്പം പെട്ടെന്ന് നമുക്കൊരു കോൺസെൻട്രേഷനും ഉണ്ടാകും, നമുക്കൊരു സമാധാനമുള്ള മനസ്സും ഉണ്ടാകും. അതൊരു നല്ല ടെക്നിക്കാണ്. പഠിക്കുന്നവർക്കും കോൺസെൻട്രേഷൻ സ്പാൻ കുറയുമ്പം ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ദേഷ്യം വരുമ്പം നമ്മൾ കൗണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമാധാനമുള്ള മനസ്സ് കിട്ടും. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മുടെ ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് പല പല പ്രശ്നങ്ങൾ നമ്മളുടെ ബ്രെയിനിലുണ്ടാകും. അപ്പോൾ നമ്മളുടെ സമാധാനം നഷ്ടപ്പെടുന്ന എന്തും വളരെ ചിലവേറിയതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സമാധാനം നഷ്ടപ്പെടുത്താതിരിക്കുക. സമാധാനം നഷ്ടപ്പെടുമ്പം നമുക്ക് നമ്മുടെ മൈൻഡ് അറ്റ് പീസ് അല്ലെങ്കിൽ നെഗറ്റീവ് എൻസൈംസ് ആണ്, നോറഡ്രിനാലിൻ, എപ്പിനെഫ്രിൻ, കോർട്ടിക്കോട്രോപ്പിൻ, ഇങ്ങനെയുള്ള നെഗറ്റീവ് എൻസൈംസ് ഒക്കെ സെക്രീറ്റ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് പോയിരിക്കും. അവിടെയൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻസും രോഗങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നല്ല ഹാപ്പിനെസ്സിൻ്റെ എൻസൈംസും
ഡോപ്പോമൈനും സെറോട്ടോണിനും ഓക്സിറ്റോസിനും ഒക്കെ നമുക്ക് സെക്രീറ്റ് ചെയ്യാമെങ്കിൽ നമ്മളെപ്പോഴും ഹാപ്പിനെസ്, ഈ 4 ഹാപ്പിനെസ് എൻസൈംസ് ഉണ്ട്, അത് നമുക്ക് സെക്രീറ്റ് ചെയ്യാമെങ്കിൽ വി വിൽ ബി ഓൾവേസ് ബി ഹാപ്പി. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പം നമുക്ക് സമാധാനമുള്ള മനസ്സ് നാച്ചുറലായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ്. To find peace, you have to be willing to lose your connections with people, places, things that create all the noises in your life. നമുക്ക് സമാധാനമുള്ള മനസ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശബ്ദങ്ങളും സൃഷ്ടിക്കുന്ന ആളുകളുമായും സ്ഥലങ്ങളുമായും വസ്തുക്കളുമായിട്ട് നമ്മൾ ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാകുക. പലപ്പോഴും നമ്മളുടെ പ്രശ്നം, നമ്മൾ ഒരുപാട് മെറ്റീരിയൽ, ചില ആളുകൾ മെറ്റീരിയൽ, ചിലർ ഡ്രസ്സിനകത്തായിരിക്കും, ചിലർ അല്ലാതെ മെറ്റീരിയൽ ഓർണമെൻറ്റ്സ് ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ പലരുടെയും ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ നമുക്കൊരിക്കലും ചില ആളുകളോട് നമുക്ക് സംസാരിച്ചെങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും. ആവശ്യമില്ലാത്തതുമായിട്ട് നമ്മുടെ ഒരുപാട് കണക്റ്റഡായിട്ട് ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് സാധിക്കും. കാരണം നമ്മുടെ മനസ്സിനെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സതിനനുസരിച്ച് നിയന്ത്രണത്തിനനുസരിച്ച് നിൽക്കും. നമ്മൾ പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പോകുന്നിടത്തോട്ടടിക്കുക എന്ന് പറയും. നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മൈൻഡ് ഈസ് എ വെരി പവർഫുൾ ടൂൾ. അൺബിലീവബിളായിട്ടുള്ള, നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത, കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത പവർ നമ്മുടെ ബ്രെയിനുണ്ട്. ബ്രെയിൻ കണ്ടെയ്ൻസ് 100 ബില്യൺ ന്യൂറോൺസ് ആൻഡ് ഈച്ച് ന്യൂറോൺ ഈസ് കണക്റ്റഡ് ടു 10,000 ന്യൂറോൺസ്. And every second, at least 1.5 lakhs of reactions are taking place in our brain. ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്തിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ എത്രയോ ആയിരക്കണക്കിന് 10,000 ഇരട്ടി പവറുള്ള ഒരു 1-2 കിലോഗ്രാം തൂക്കമുള്ള നമ്മുടെ 2 ചെവിയുടെയും ഇടയ്ക്ക് തലയിൽ ഇരിക്കുന്ന ബ്രെയിനിനെ നമ്മൾ സമാധാനം ഒന്ന് കൊടുത്തു നോക്കുകയും, സ്കൈ ഇസ് ദ ലിമിറ്റ്, പിടിച്ചാൽ കിട്ടത്തില്ല. മഴമേഘങ്ങളുടെ മുകളിലൂടെ പറന്ന് ചക്രവാള സീമകൾക്കപ്പുറത്ത് പറന്നു പോകാനുള്ള ജീവിതത്തിൻ്റെ സാധ്യത നമ്മൾക്കുണ്ട്. അതിനുള്ള എല്ലാ കരുത്തും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ആർ വി ഡൂയിങ് ജസ്റ്റിസ് ടു ഗോഡ് ഫോർ ഓൾ ദ ലക്ഷറി, ദ കംഫർട്ട്സ് യു ആർ എൻജോയിങ്? നമ്മളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് കുറേ കൂടെ നല്ല വ്യക്തിയായിട്ട് മാറാൻ സാധിക്കുമോ? എൻ്റെ അവസരങ്ങളും സാധ്യതകളും എനിക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുമോ? ആം ഐ ഡൂയിങ് ജസ്റ്റിസ് ടു മൈസെൽഫ്? ഞാൻ പലപ്പോഴും നോക്കണം, എനിക്കൊക്കെ എല്ലാ പ്രാവശ്യവും നോ എന്നുള്ള ഉത്തരവാദിത്വം ലഭിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന്. പലപ്പോഴും നമ്മളുടെ ഓൾറെഡി കണ്ടീഷൻഡ് മൈൻഡിലൂടെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പലതും നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എങ്കിൽ പോലും ലെറ്റ് us ട്രൈ. ഒരു ദിവസം ഒരു 10-15 മിനിറ്റിന് വേണ്ടി ഒന്ന് ശ്രമിക്കുക. എ മൈൻഡ് അറ്റ് പീസ്, എ മൈൻഡ് സെൻറ്റേർഡ് and not focused on harming others is stronger than any physical force in the universe. അതായത് ഒരു ശാന്തമായൊരു മനസ്സ്, കേന്ദ്രീകൃതവും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതുമായൊരു മനസ്സ് പ്രപഞ്ചത്തിലെ ഏതൊരു ശാരീരിക ശക്തിയേക്കാളും ശക്തമാണ്. അമേരിക്കയിലെ ക്രിസ്ത്യൻ പ്രീച്ചർ ഓതർ വെയിൻ ഡെയറുടെ പ്രസിദ്ധമായൊരു കൊട്ടേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മൾക്ക് ഒരു മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അൺബിലീവബിളാണ്. ലോകത്തിലെ എല്ലാ പുതിയ കണ്ടുപിടുത്തങ്ങളും, എല്ലാ പുതിയ അച്ചീവ്മെൻറ്റ്സും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എല്ലാ കാര്യങ്ങളും ആളുകളുടെ ബ്രെയിനിൽ നിന്ന് വന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ബ്രെയിനും അതുപോലെ പവർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അതിനെ പവറൊക്കെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സ് ശാന്തമുള്ളവരായിട്ടിരിക്കുക. പണം കൊടുത്ത് നമുക്ക് സന്തോഷം മേടിക്കാൻ പറ്റത്തില്ല, പണം കൊടുത്ത് സമാധാനമുള്ള മനസ്സ് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ഒരു സമാധാനമുള്ള മനസ്സും സന്തോഷവും സൃഷ്ടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇഫ് യു ആർ ഹാപ്പി യു ക്യാൻ മേക്ക് അതേഴ്സ് ഹാപ്പി. ഇപ്പം നമ്മൾ സമാധാനമുള്ള മനസ്സും കൊണ്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെ എല്ലാവരും സമാധാനമുള്ള മനസ്സുള്ളവരായിട്ടിരിക്കുകയാണെങ്കിൽ ലോകത്തിലെ യുദ്ധങ്ങളോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതിർത്തി തർക്കങ്ങളോ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒന്നും ഉണ്ടാകത്തില്ല. സമാധാനം ഇല്ലാത്തതുകൊണ്ടാണ്. മറ്റുള്ളവരുടെ സ്വത്ത് നമ്മൾക്ക് വേണം, മറ്റുള്ള രാജ്യത്തിൻ്റെ അസറ്റ്സ് നമുക്ക് വേണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നേതാക്കന്മാർക്ക് വരുമ്പോഴാണ് യുദ്ധമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ പല രാജ്യങ്ങളിലും ഉക്രൈനിലൊക്കെ ഇപ്പോഴും യുദ്ധം നടക്കുന്നുണ്ട്. അതൊക്കെ ചില
നേതാക്കന്മാരുടെ പിടിവാശികൾ കൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് സമാധാനമുള്ളവരായിട്ടിരുന്നാൽ ലോകത്തിൽ സമാധാനത്തിൻ്റെ യു ക്യാൻ ബി എ ഹാർബിഞ്ചർ ഓഫ് ചേഞ്ച്. ദ റിയൽ പീസ് ഓഫ് മൈൻഡ് ഈസ് ദ കമ്പാനിയൻ ഓഫ് ദ സൈലൻസ് ഓഫ് ദ മൈൻഡ്. മനസ്സിൻ്റെ നിശബ്ദതയുടെ കൂട്ടുകാരനാണ് യഥാർത്ഥ മനസ്സമാധാനം. നമ്മുടെ മനസ്സിനെ നിശബ്ദമാക്കുക, അപ്പോൾ മനസ്സമാധാനം തന്നെ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ സമാധാനമുള്ള മനസ്സും കൊണ്ട് ഒരു വർഷം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കി. ജസ്റ്റ് ഇമാജിൻ. ആവശ്യമില്ലാത്ത ചിന്തകളും പല കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണ്, എഴുന്നിട്ട് നമ്മളെന്നിട്ട് ആവശ്യമില്ലാതെ വറി ചെയ്യുകയാണ്. ഈ വറി ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ശരിക്കും നമുക്ക് സമാധാനമായിട്ടിരിക്കാനായിട്ടുള്ള എല്ലാ ടൂൾസും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ മനുഷ്യനും സമാധാനമുള്ളതായിട്ടിരിക്കാം. പ്രോബ്ലംസ് ഉള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. നോർമൽ കേസിൽ നമ്മളെല്ലാം സന്തോഷമുള്ളവരായിട്ടും സമാധാനമുള്ളവരായിട്ടിരിക്കുന്നതിന് ഒരു ലോകത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. ഓക്കെ, വെരി ലിറ്റിൽ ഈസ് നീഡഡ് ടു മേക്ക് എ ഹാപ്പി ലൈഫ്. ഇറ്റ് ഈസ് ഓൾ വിത്തിൻ യുവർ സെൽഫ്, ഇൻ യുവർ വേ ഓഫ് തിങ്കിങ്. സന്തോഷകരമായ ജീവിതം നയിക്കാൻ വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ചിന്താ രീതിയിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, യു ആർ വാട്ട് യുവർ തോട്ട്സ് ആർ. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ നല്ല ചിന്തകൾ എടുക്കാനായിട്ട്. വെൻ നെഗറ്റീവ് തോട്ട്സ് ഇൻവേഡ് യുവർ മൈൻഡ്, ജസ്റ്റ് ബാനിഷ് ദം ഓഫ്. നിഷേധാത്മക ചിന്തകൾ വരുമ്പോൾ ആ ചിന്തകളെ അടിച്ച് നമ്മൾ പുറത്തേക്ക് മാറ്റുക. പിന്നീട് ഒരിക്കലും വരത്തില്ല. നമ്മൾ മനസ്സിനോട് പറഞ്ഞാൽ മതി, എനിക്കിനി നെഗറ്റീവ് തോട്ട്സ് തരരുതെന്ന് പറഞ്ഞാൽ മനസ്സ് തരത്തില്ല. പക്ഷെ നമ്മളങ്ങനെ ഒരിക്കലും പറയാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു നോക്കി, എനിക്ക് നെഗറ്റീവ് തോട്ട്സ് സാധാരണഗതിയിൽ വരത്തില്ല. കാരണം ഞാൻ മനസ്സിനെ അങ്ങനെ വർഷങ്ങളായിട്ട് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുവാണ്. ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റി ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യമില്ല പത്രത്തിലെ നെഗറ്റീവ് ന്യൂസുകളും ടി വി ചാനലിലെ നെഗറ്റീവ് ന്യൂസുകളും ആവശ്യമില്ലാത്ത ടി വി പ്രോഗ്രാംസ് ഒന്നും കാണാതിരിക്കുക. അപ്പോൾ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരത്തില്ല. ഫിൽ യുവർ മൈൻഡ് വിത്ത് പോസിറ്റീവ് തോട്ട്സ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് നെഗറ്റീവ് തോട്ട്സ് നമ്മൾ വരത്തില്ല. അപ്പോൾ നാച്ചുറലി you will always be mind at peace. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒന്ന് ശ്രമിക്കുക, ട്രൈ. എല്ലാ മനുഷ്യനും സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു താല്പര്യത്തോടു കൂടി ഒരു ഇൻട്രസ്റ്റ് എടുത്ത് നമ്മൾ അതിനു വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കണം. നമ്മൾ തിരിച്ചറിയുന്നില്ല, നമ്മുടെ ഉള്ളിൽ എവിടെയോ നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫുണ്ട്. നമുക്കൊരു സുപ്രീം സെൽഫ് നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു നിത്യശാന്തിയുള്ള ഒരു മനുഷ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്. അത് അവിടേക്ക് നമ്മൾ എത്തണം. അപ്പോഴാണ് സമാധാനമുള്ള മനസ്സ്. അതിനുവേണ്ടി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമില്ലാത്തത് ഈ മെറ്റീരിയൽ പൊസഷൻസിൻ്റെ പുറത്തേ പോകാതിരിക്കുക. സാധാരണ ആളുകൾ ഇപ്പോൾ വീട് പണിയുന്നത് പേരുണ്ട്. പല ആളുകൾ ഇപ്പോൾ വലിയ വീടുകളൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന കാലത്ത് ആളുകളോട് ചോദിക്കും, നിങ്ങൾ നമുക്ക് കുറച്ച് ഇതിൻ്റെ ഏരിയ കുറച്ചാലോ, 2500 3000 സ്ക്വയർ ഫീറ്റൊക്കെ ഒരു 4 പേരുള്ള ഒരു വീട്ടിൽ. ഞാൻ പറഞ്ഞു, നമുക്കൊരു 500-600 സ്ക്വയർ ഫീറ്റ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ആദ്യമൊക്കെ ചില ആൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ നിർബന്ധിച്ച് പറയുമ്പോൾ ചില ആളുകൾ വളരെ ചെറിയ ഒരു 20% ആളുകൾ പ്ലാനൊക്കെ രണ്ടാമതും മാറ്റി വരച്ചുകൊണ്ട് വരും. കാരണം മാനേജർ പറഞ്ഞപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട്, നമുക്കൊരു 10 ലക്ഷം രൂപ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊരു അൺവാണ്ടഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മളെന്നിട്ട് വീടിൻ്റെ പുറത്ത് നമ്മൾ റോഡിൻ്റെ കൂടെ പോകുന്ന ആളുകൾ കാണാനായിട്ടുള്ള എക്സ്റ്റീരിയറിലെല്ലാം വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളും കൂടിയ എക്സ്റ്റീരിയർ പെയിൻറ്റ്സൊക്കെ അടിച്ച് ഭയങ്കര കളർഫുള്ളായിട്ട് നമ്മൾ വെക്കുകയാണ്. എന്നാൽ വീടിനകത്ത് പലപ്പോഴും നമ്മുടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാകത്തില്ല. ചിലപ്പം നമ്മുടെ സ്റ്റെയർ കേസിന് നമുക്ക് കൈവരി കാണത്തില്ല, ബാത്റൂം എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്ത് കാണത്തില്ല. പക്ഷേ പുറമേ നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ ആവശ്യമാണ് നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. വലിയ വീടുകൾ അല്ലെങ്കിൽ വലിയ പൊസഷൻസ് നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് സമാധാനം വരും. സെറ്റ് പീസ് ഓഫ് മൈൻഡ് ആസ് എ ഹയസ്റ്റ് ഗോൾ ആൻഡ് ഓർഗനൈസ് യുവർ ലൈഫ് അറൗണ്ട് ഇറ്റ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന ലക്ഷ്യമായിട്ട് മനസ്സമാധാനത്തെ നമ്മൾ കാണുക, അല്ലെ മനസ്സമാധാനത്തെ സജ്ജമാക്കുക. അതിനു ചുറ്റും നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ക്രമീകരിക്കുക. അതിന് ഒരു തീവ്രമായ ശ്രമമുണ്ടാകണം. നമ്മളൊരു മനസ്സിനെ അതിനുവേണ്ടി നമ്മൾ തുറന്നു വിടണം. തുറന്ന ഒരു വിശാലമായ ക്യാൻവാസിലൂടെ ലോകത്തെ കാണാൻ ശ്രമിക്കണം. ഇതൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം അതിനാണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്? അതെന്താണെന്ന് കണ്ടെത്തുക. വൺസ് യു ഫൈൻഡ് ഔട്ട് ദ
റിയൽ പർപ്പസ് ഓഫ് യുവർ ലൈഫ്, ദെൻ ഇറ്റ് വിൽ ബി വെരി ഈസി. അപ്പോൾ നമുക്ക് തന്നെത്താനെ സമാധാനമുള്ള മനസ്സുണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിന് സമാധാനം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ചെറിയ ചില കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്താൽ പറ്റും. ഞാൻ ആദ്യം സൂചിപ്പിച്ച മൈൻഡ്ഫുൾ പ്രാക്ടീസസ്, നമ്മൾ ലിവിങ് ഇൻ ദ പ്രസൻറ്റ്, മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസ്, മെഡിറ്റേഷൻ, യോഗ, ബ്രീത്തിങ് എക്സസൈസസ് ഒക്കെ ചെയ്യാം. ഏറ്റവും പവർഫുള്ളായിട്ടൊരു സാധനമാണ്. നമുക്ക് എപ്പോഴേലും നമുക്ക് ഒരു സമാധാനം കുറയുമ്പോൾ ഈ ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ് ഒക്കെ നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻവോൾവ് ചെയ്താൽ ഉടനെ നമുക്ക് ആ പഴയ നോർമലായിട്ട് നമ്മൾ തിരിച്ചു വരും. റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അത് നമ്മൾ എൻഡോർഫിൻസിനെ റിലീസ് ചെയ്യും. അപ്പോൾ സ്ട്രെസ് ഹോർമോൺസിനെ അത് കൺട്രോൾ ചെയ്യും. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ വാക്കിങ്, ബ്രിസ്ക് വാക്കിങ്, ജോഗിങ്, നമുക്ക് നിന്നുകൊണ്ട് ചെയ്യാവുന്ന എക്സസൈസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യും, ഒരു സമാധാനമുള്ള മനസ്സിലേക്ക് എത്തും. അതായത് രണ്ടാമതായിട്ട്. മൂന്നാമതായിട്ടുള്ള നമ്മുടെ ഡയറ്റ്, ന്യൂട്രീഷൻ, സ്ലീപ്പ്, ഹെൽത്ത്, ഒരുപാട് കാര്യം ഇതുമായി തോട്ട് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധ നോൺ വെജിറ്റേറിയൻ കുറച്ച് കുറയ്ക്കുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ ഗ്രെയിൻസൊക്കെ കഴിക്കുക. അതുപോലെ നല്ല ഒരു കൂടുതൽ വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് ചൂടുകാലത്ത് നമ്മൾ ധാരാളം ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോവുക. യാത്രയിൽ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നതിനേക്കാളും പവർഫുള്ളായിട്ടുള്ള സാധനം നമ്മൾ വെള്ളം കുടിച്ചിട്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. ഹെൽത്തി സ്ലീപ്പ് ഹാബിറ്റ്സ്, അത് ഞാൻ ഇതിന് മുമ്പൊന്ന് സൂചിപ്പിച്ചു. ഒരു നോർമലി 8 hours, ഒരു 6.5, 7.5 hours ഒക്കെ നമ്മുടെ നീഡ് അനുസരിച്ച് നമ്മൾ ഉറങ്ങുക. അപ്പോൾ അതിനൊരു ടൈം അനുസരിച്ച് ഉറങ്ങുകയാണെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്തതിനനുസരിച്ച് തന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി 9 മണിക്കൊക്കെ കിടക്കുന്നെങ്കിൽ എല്ലാ ദിവസവും കഴിയുമെങ്കിൽ 9 മണിക്ക് തന്നെ കിടക്കാൻ ശ്രമിക്കുക. അപ്പോൾ കറക്റ്റ് സമയമാകുമ്പോൾ വരും. 8 മണിക്ക് ചിലർ കിടക്കും, ചിലർ 10 മണിക്കായിരിക്കും. അതനുസരിച്ച് നമുക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് കിടക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു നല്ലൊരു സമാധാനമുള്ള മനസ്സ് കിട്ടും, ഒരു കാം മൈൻഡ് ഉണ്ടാകും, നമ്മുടെ ഫോക്കസ്ഡ് ആയിരിക്കും നമ്മുടെ കാര്യങ്ങൾക്കകത്ത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കോൺസെൻട്രേഷൻ സ്പാൻ കൂടും. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്സ്, ലൈഫ് ഈസ് ആൻ എക്സ്പീരിയൻസ് ഇൻ റിലേഷൻഷിപ്സ്. ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ സക്സസ്ഫുൾ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്സ്, നമ്മൾ എനിക്ക് എന്ത് ലഭിക്കുമെന്ന് നോക്കുന്ന ഈ ലോകത്തിൽ എനിക്ക് മറ്റുള്ളവർക്ക് എന്ത് നൽകാൻ കഴിയും. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ചെയ്യുമ്പം കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു കണ്ടെയ്ൻമെൻ്റ് ഉണ്ട്. അതിലൂടെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമാണ് നമുക്ക് ജീവിതത്തിൽ. അപ്പോൾ ലേറ്റസ്റ്റ് ബിൽഡ് എ മോർ പീസ്ഫുൾ വേൾഡ്. അത് 2014 നോബൽ പ്രൈസ് കിട്ടിയ ദലൈലാമ പറഞ്ഞതാണ്, നമുക്ക് കൂടുതൽ സമാധാനപൂർണമായ ഒരു ലോകം കെട്ടിപ്പടുക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് ബേസിക്കായിട്ട് വേണ്ടിയത് ഒരു സമാധാനമുള്ള മനസ്സാണ്. അതുകൊണ്ട് നമ്മൾ സമാധാനമുള്ള മനസ്സുള്ളവരുമായിട്ടിരിക്കുക. അതിനുവേണ്ടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് സ്ലൈറ്റ്ലി റീപ്രോഗ്രാം യുവർ മൈൻഡ് ഫോർ ട്രാൻസ്ഫോമിങ് യുവർ thoughts to become more effective, to be at a state of more peace of mind. Thank you very much for listening. I wish you good luck.